കർത്താവിൻ്റെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. ഭവനത്തിനകത്തും വ്യക്തിപരമായ ജീവിതത്തിലും സഭാപരമായ ജീവിതത്തിലും ജോലി സ്ഥലത്തും കമ്പനികളിലും യാത്രകളിലും വാഹനത്തിലുമെല്ലാം കർത്താവിൻ്റെ കൃപ വെളിപ്പെട്ടു. അതുകൊണ്ടാണ് വലിയ ശാന്തത ഉണ്ടാകുവാനിടയായത്. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉടലെടുത്തു, പ്രതികൂലങ്ങളായി വന്നു അല്ലേ? തിരമാല പോലെ കാറ്റ് പോലെ വന്നല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം അത് തന്നെയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം വലിയ ശാന്തതയുണ്ടായി എന്ന് വായിക്കുന്നു. കാറ്റും കടലും കൂടെ അടങ്ങി. ശിഷ്യന്മാർ അത് ഓർത്ത് കണ്ട് ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്ന ഇവനാർ എന്നുള്ള ചോദ്യമായിരുന്നല്ലേ. അപ്പോൾ കടലും കാറ്റും ഒക്കെ അനുസരിക്കത്തക്കവണ്ണം കർത്താവിൻ്റെ ശക്തി എന്താണെന്നുള്ളതാണ് അവിടെ വെളിപ്പെടുത്തിയത്. കർത്താവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവൻ ഏൽ ഷദായിയാണ്, സർവശക്തന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തിയ ദൈവം. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും എന്തെല്ലാം കുറവുകളുണ്ടോ, എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, എന്തെല്ലാം വേദനകളുണ്ടോ അതെല്ലാം മാറ്റുവാൻ മതിയായ ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ദൈവത്തെക്കൊണ്ട് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? കാറ്റും കടലുമെന്നല്ല, ഏതെല്ലാം വിഷമതകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരട്ടെ, അതെല്ലാറ്റിൽ നിന്നും വിടുതൽ തരുവാൻ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ദൈവസന്നദ്ധിയിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുക. കർത്താവ് നമ്മളോട് ചോദിക്കരുത് നിങ്ങൾ ഭീരുക്കളാകാൻ എന്ത്, നിങ്ങൾ അവിശ്വസിക്കുന്നത് എന്ത്, നിങ്ങളിങ്ങനെ ഭാരപ്പെടുന്നത് എന്ത് എന്നൊന്ന് ചോദിക്കാൻ ഇടവരുത്താത്ത രീതിയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാം. കർത്താവ് എൻ്റെ കാര്യത്തിൽ വലിയവ ചെയ്യും, എനിക്കൊരു വിടുതൽ തരും, എനിക്കൊരു പ്രത്യാശയുണ്ട്, എനിക്കൊരു വിശ്വാസമുണ്ട്, ആ വിശ്വാസത്തിൽ ദൈവം പ്രവർത്തിക്കും എന്നുള്ളതായ ആ പ്രത്യാശ വർദ്ധിച്ച് വരട്ടെ. കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ എല്ലാ ജീവിതത്തിലും ദൈവപ്രവൃത്തി കാണാൻ കഴിയും. കർത്താവ് ഈ വചനം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.